GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന കഥയാണ് ജ്യോതിഷ് ശങ്കറിന്റെ പൊന്മാനായി മാറിയത്. സ്ത്രീധനവും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളുമൊക്കെ മുൻപും സിനിമയായിട്ടുണ്ടെങ്കിലും ഇത്രയും റിയലിസ്റ്റിക് ആയ ഒരു സിനിമ ആദ്യമായി കാണുകയാണ്. ഒട്ടും പ്രീച്ചി അല്ലാതെ 4-5 ചെറുപ്പക്കാരിലൂടെ 2-3 സ്ത്രീകളിലൂടെ വളരെ ഓർഗാനിക് ആയി ഒരു പ്രദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കഥയങ്ങ് കാണിച്ചു തരികയാണ്. പൊന്മാൻ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റും ശരിയും പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊന്മാനിൽ നിറയെ. ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങൾ. വളരെ സെൽഫിഷായി പെരുമാറാൻ അവരെ ആ സാഹചര്യങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. സാഹചര്യങ്ങളാണ് പലപ്പോഴും വില്ലനാകുന്നത് എന്ന വാചകം ഈ സിനിമയ്ക്ക് വളരെ യോജിച്ചതാണ്. നമുക്ക് സ്റ്റെഫിയിൽ നിന്ന് തുടങ്ങാം. നല്ലൊരു ക്യാരക്ടർ ആർക്കുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ സ്റ്റെഫി. സ്വർണവും സ്ത്രീധനവും ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് കരുതുന്ന, അത് വെച്ച് വിലപേശുന്നവരാണെങ്കിലും ഒരു കല്യാണം നടന്നു കിട്ടിയാൽ ഓക്കെ ആകുമെന്ന് പ്രത്യാശിക്കുന്നവർ. ആ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്റ്റെഫി സെൽഫിഷ് ആകുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. ഭർത്താവിന്റെ പെരുമാറ്റം, സ്വർണമില്ലെങ്കിൽ തനിക്ക് വീട്ടിലുള്ള സ്ഥാനം എന്താണ് എന്നതൊക്കെ സ്റ്റെഫി സാഹചര്യങ്ങളിലൂടെ മനസ്സിലാക്കി വരുമ്പോൾ സംഭവിക്കുന്ന പരിവർത്തനം, അജേഷ് എന്ന കഥാപാത്രത്തോട് സ്റ്റെഫിക്ക് തോന്നുന്ന ഗിൽറ്റിൽ പൊതിഞ്ഞ എമ്പതി, അതൊക്കെ ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത നൽകുന്നുണ്ട്. സ്റ്റെഫിയുടെ സഹോദരൻ ബ്രൂണോയും ഒരു ഇൻട്രസ്റ്റിംഗ് കഥാപാത്രമാണ്. ആങ്ങള പെങ്ങളുടെ കല്യാണം കഷ്ടപ്പെട്ട് നടത്തുക, അമ്മ വരെ ആ പ്രഷർ മകന്റെ തലയിലിടുക, ഇതൊക്കെ നമ്മളെ പോലെ ചുരുക്കം ചില കൾച്ചറിൽ മാത്രമുള്ള ഒന്നാണ്. കാര്യം ബ്രൂണോ ഒരു താന്തോന്നിയാണെങ്കിലും പാർട്ടിയിലുണ്ട് എന്ന് ജോലി പോലെ പറയുന്ന കിഴങ്ങനാണെങ്കിലും ഈ പെങ്ങളുടെ കല്യാണം നടത്തൽ എന്ന ബാധ്യത അയാളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അയാളുടെ മറ്റൊരു വശം കൂടി സിനിമ കാണിച്ചു തരികയാണ്. നിസ്സഹായനായ ഒരു ആങ്ങളയുടെ മുഖം. നമ്മുടെ ഈ സ്ത്രീധനം കൾച്ചർ എത്രമാത്രം വിയേഡാണെന്ന് ചിന്തിച്ചു പോകും ഈ സിനിമ കാണുമ്പോൾ. സ്റ്റെഫിയുടെ അമ്മയുടെ നിസ്സഹായാവസ്ഥ, മരിയാനോയുടെ മുരടൻ സ്വഭാവം, മരിയാനയുടെ അമ്മയുടെ സ്വർണത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ, കല്യാണ വീട്ടിലെ പണപ്പയറ്റ്, അങ്ങനെ ഒരു പ്രദേശത്തെയും അവിടുത്തെ ആളുകളെയും സ്വർണവും കല്യാണവും മുൻനിർത്തി വളരെ കൃത്യമായി വരച്ചിട്ടുണ്ട് പൊന്മാനിൽ. എന്നാൽ ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് PP അജേഷ് എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്ര സൃഷ്ടി അതിഗംഭീരമാണ്. ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, ജീവിതത്തിൽ വീണ് കിട്ടുന്ന നിമിഷങ്ങളെല്ലാം ആഘോഷിക്കാൻ ശ്രമിക്കുന്ന PP അജേഷ് ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയാണ്. വലിയ ശരീരമോ കരുത്തോ ഒന്നുമില്ലാത്ത, എന്നാൽ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് ജീവിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരനെ വളരെ ഗംഭീരമായി ബേസിൽ ജോസഫ് ചെയ്തു വെച്ചിട്ടുണ്ട്. പല പല ഷെയ്ഡുകളിലൂടെ വളരെ സമർത്ഥമായി കാലിടറാതെ ആ കഥാപാത്രത്തെ കൂടെ കൂട്ടാൻ ബേസിലിനായിട്ടുണ്ട്. തുടക്കത്തിൽ ഇത്തിരി ചൊറിയനെന്ന് തോന്നിക്കുന്ന, ലേശം സ്വയം പൊങ്ങിയല്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു കഥാപാത്രം. സ്വർണം കിട്ടില്ല എന്നറിയുന്ന നിമിഷം പെശക ഏരിയയിലേക്കാണ് പോകേണ്ടി വരിക എന്നറിഞ്ഞും പോകാൻ തയ്യാറാകുന്ന അജേഷിലെത്തുമ്പോൾ ആ കഥാപാത്രം ഒന്നുകൂടി ഡെവലപ്പ് ആകുന്നുണ്ട്. മുട്ടാൻ പോകുന്ന ആളിന്റെ വലുപ്പവും ഗുണ്ടായുസവും നേരിട്ട് കണ്ടിട്ടും പിന്മാറാതെ മുന്നോട്ട് പോകുന്ന അജേഷ് പക്ഷെ ഒരു ടിപ്പിക്കൽ മാസ് ക്യാരക്ടർ അല്ല, പകരം ഒരു വെറൈറ്റി മാസ് ആണ്. ഒരു സാധാരണക്കാരന് ആപ്റ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് മാസ് ആണ് ബേസിൽ പൊന്മാനിൽ കാണിക്കുന്നത്. ബേസിൽ, ലിജോ മോൾ, സജിൻ ഗോപു തുടങ്ങി ദീപക്, ആനന്ദ് മന്മഥൻ, സന്ധ്യ രാജേന്ദ്രൻ, അങ്ങനെ അഭിനേതാക്കളെല്ലാം തന്നെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഒരിടയ്ക്ക് ഫീൽ ഗുഡ് സിനിമകളുടെ ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു മലയാളം സിനിമയിൽ. പലതും OTTക്ക് വേണ്ടി എടുത്തുവിട്ടതായിരുന്നതിനാൽ നിലവാരം വളരെ കുറവായിരുന്നു. ഈ സിനിമ അത് തിരുത്തുന്നുണ്ട്. ശരിക്കും മെലോഡ്രാമയിലേക്കൊക്കെ പോകാവുന്ന ഒരു കഥയും കഥാപാത്രവുമായിരുന്നു പൊന്മാനും PP അജേഷും ഒക്കെ, അതുപോലെ സ്റ്റെഫിയും. എന്നാൽ ഈ ഒരു കഥയെ ഒരു ഡാർക്ക് കോമഡി പോലെ കാണാൻ സാധിച്ചു. സ്റ്റെഫിയും അജേഷും തമ്മിലുള്ള ആ കെമിസ്ട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആനന്ദ് മന്മഥൻ അവതരിപ്പിച്ച ബ്രൂണോ എന്ന കഥാപാത്രവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. സംഭവം ആ കഥാപാത്രം ധാരാളം കുറവുകളുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ആ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും ഗംഭീരമായാണ്. സിനിമയിലെ വിഷ്വൽസ്, കൊല്ലത്തിന്റെ ഭംഗി എല്ലാം കൊള്ളാം. സംവിധാനവും സിനിമയിലേക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ളതാണ്. പൊന്മാന്റെ ക്ലൈമാക്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. അജേഷ് സ്വർണം തിരിച്ചു വാങ്ങുമെന്ന് വീമ്പ് പറയുമ്പോഴും അതെങ്ങനെ, അതും ശക്തനായ മരിയാനോയിൽ നിന്ന് എങ്ങനെ വാങ്ങും എന്നതിനെ കുറിച്ച് കാണുന്നവർക്ക് ചിന്തയുണ്ടാകും. അതിനെ സസ്പെൻസ് നിലനിർത്തുന്ന ഒരു രീതിയിൽ തന്നെ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡയലോഗ്സ് ആണ് മറ്റൊരു പോസിറ്റീവ്. ഇമോഷൻസിനെ നന്നായി കൺവേ ചെയ്യുന്ന രീതിയിൽ ചതി, നിസ്സഹായത, ഫ്രണ്ട്ഷിപ്പ്, ഗിൽറ്റ്, എമ്പതി, അങ്ങനെ എല്ലാം ഡയലോഗ്സിലൂടെ മനോഹരമായി കാണിച്ചു തരുന്നുണ്ട് സിനിമ. ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ് ഈ സിനിമയിലുടനീളം. ആ ഇന്ററാക്ഷൻസ് പലതരത്തിലുള്ളതാണ്. മരിയാനോയും അജേഷ് PPയും സ്റ്റെഫിയും ഒക്കെ ചുരുൾ നിവർന്ന് ആളുകൾക്ക് മുന്നിൽ അനാവൃതമാകുന്നത് ഇന്ററാക്ഷൻസിലൂടെയാണ്. സ്ക്രിപ്റ്റിന്റെ ഒരു ഒതുക്കം, ബ്രില്യൻസ് ഒക്കെ ഈ ഇന്ററാക്ഷൻസിൽ കാണാൻ കഴിയും. ഈ സിനിമ തിയേറ്ററിൽ അർഹിച്ച വിജയം നേടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബേസിൽ ജോസഫിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, ലിജോ മോൾ ജോസിന്റെ മിന്നുന്ന പ്രകടനം, സജിൻ ഗോപുവിന്റെ സട്ടിൽ എക്സ്പ്രഷൻസ്, ഇതൊക്കെ ഉണ്ടായിട്ടും ഈ സിനിമ എന്തുകൊണ്ടായിരിക്കും പ്രതീക്ഷിച്ച വിജയം നേടാതിരുന്നത്? ഒരുപക്ഷെ മഹേഷിന്റെ പ്രതികാരം പോലെയൊക്കെ ഒരു എന്റർടൈനർ അല്ലാത്തത് കൊണ്ടാകാം. ലൈറ്റ് ടോൺ ആണെങ്കിൽ പോലും സിനിമ സംസാരിക്കുന്നത് ഒരു സീരിയസ് വിഷയമാണ്. ഈ വർഷം ഇറങ്ങിയതിൽ ഒരു മികച്ച സിനിമ തന്നെയാണ് പൊന്മാൻ. പ്രത്യേകിച്ച് സ്ത്രീധന മരണങ്ങൾ ഇന്നും വാർത്തയാകുന്ന കേരളത്തിൽ ഇതുപോലൊരു സിനിമ പ്രതീക്ഷയാണ്. അപ്പൊ എന്താണ് പൊന്മാൻ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.